ഹലോ ഫ്രണ്ട്സ്, ബി കെ ടുക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ SSLC ഫിസിക്സിൽ നമുക്ക് എങ്ങനെ A+ സിമ്പിളായിട്ട് നമുക്ക് കരസ്ഥമാക്കാമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. പിന്നെ 2-3 മാർക്കിനൊക്കെ നമുക്ക് A+ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ മാർക്കോടെ തന്നെ നമുക്ക് എങ്ങനെ A+ നേടിയെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന മെത്തേഡ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും A+ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം, അധികം പറഞ്ഞു കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. എങ്കിലും ഞാൻ എന്നാൽ ഇതുപോലെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്സ് സബ്ജക്റ്റിൽ കൂടുതലായിട്ട് കണക്ക് വരുന്നുണ്ട്. ഇത്തവണത്തെ മോഡൽ എക്സാമിനൊക്കെ കണക്കിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഒക്കെ ഉള്ളതിനാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഒഴിവാക്കി. ഇത് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഫുള്ള് ഇൻഡയറക്റ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നത്. പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ചിലതൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്കൊന്ന് ലോജിക്ക് ഉപയോഗിച്ച് തിങ്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഒരു 2-3 തവണ വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ആദ്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. അത് നിങ്ങളെ A+ എത്തിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഫിസിക്സ് മുഴുവനായിട്ട് കവർ ചെയ്ത് പെട്ടെന്ന് പഠിച്ചു തീർക്കാം. അതായത് എക്സാമിന് എങ്ങനെ ഏത് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യുന്ന വിധത്തിലായിരിക്കും നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നമ്മുടെ സമഗ്ര ശിക്ഷ കേരള SSKയുടെ ഒരു PDF ആണ്. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ വർക്ക്ഷീറ്റുള്ള ഒരു PDF നിങ്ങൾക്ക് എന്താ പറയുക ക്ലാസ് ഗ്രൂപ്പ്സ് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു PDF എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ പഠിക്കേണ്ട തിയറീസും ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയില്ല. ഇങ്ങനത്തെ ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരിക, അതുപോലത്തെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇതിലുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ആദ്യം തിയറി ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കുക. നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോബ്ലംസ് സെക്ഷനിൽ പോയിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഈ PDF ഈ PDF എന്ന് പറയുമ്പോൾ വിത്ത് ആൻസേഴ്സ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും അതിനെ കൊടുത്തിട്ട് തന്നെ ആൻസേഴ്സും ഇതിലുണ്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സും ഇതിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. വേറെ എവിടേക്കും പോകേണ്ട കാര്യമില്ല. ഫിസിക്സ് ഫുള്ള് നിങ്ങൾക്ക് ഇതിൽ തന്നെ കവർ ചെയ്ത് തീർക്കാം. അപ്പോൾ ഇത് മൊത്തം കവർ ചെയ്ത് തീർത്താലും നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നിൽക്കണമല്ലോ. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം ഇനി. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സും, അതായത് നിങ്ങൾക്ക് ഫിസിക്സിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അതിപ്പോൾ എന്താ പറയുക, ലോ ലെവൽസിലായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കുക വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയുന്ന പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ PDF മലയാളം മീഡിയം വേർഷൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് അതും എടുക്കാൻ സാധിക്കുന്നതാണ്. മലയാളം മീഡിയം സ്റ്റുഡൻസ് വിഷമിക്കേണ്ട, അവർക്കുള്ളത് അതായത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിന് പറയുന്ന PDF മുഴുവൻ അവർക്ക് മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം എല്ലാ ചാപ്റ്റേഴ്സിനും. നിങ്ങൾക്ക് അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ വരാൻ സാധ്യത ഉള്ളതെന്ന് കരുതി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അതിപ്പോൾ ലോ ലെവൽ മുതൽ ഹൈ ലെവൽ വരെ ഉണ്ടാകും. നിങ്ങൾക്ക് എങ്ങനത്തെയാണോ നിങ്ങൾക്ക് പറ്റുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ശേഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ബേസ് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഒരു A+ ലെവലിൽ തന്നെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഈ SSKയുടെ PDF തിയറി മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് A+ മാർക്ക് ഇതിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ കണക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ജസ്റ്റ് സ്കിപ്പ് ചെയ്താലും നിങ്ങൾക്ക് തിയറി യൂസ് ചെയ്ത് തന്നെ A+ സ്കോർ ചെയ്യാൻ സാധിക്കും. അതാണല്ലോ നമ്മുടെ ഇത്തവണത്തെ എക്സാമിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ തിയറി മൊത്തം പഠിക്കുക. പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾ പഠിച്ച കണക്ക് നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതേ. പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി, കണക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങൾ മോഡൽ ടെസ്റ്റ്, അതായത് മോക്ക് ടെസ്റ്റുകൾ ഇഷ്ടംപോലെ നടത്തണം. നമ്മുടെ 2021 തന്നെ പുതിയ പാറ്റേൺസിലുള്ള ഇഷ്ടംപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഇപ്പോൾ ജസ്റ്റ് ഡെമോ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ കാണിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ എന്താ പറയുക, നമുക്കിപ്പോൾ മോഡലിന് ചോദിച്ച ഏകദേശം അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ, അതായത് ഈ ഗ്രാഫൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് മോഡലിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ വരാൻ പോകുന്ന എക്സാമിനുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞല്ലോ, ആ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ശരിക്കും പബ്ലിക്കിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയിട്ട് അതായത് 4 ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും.
അതിൽ ഒന്ന് നമ്മുടെ മോഡൽ എക്സാമിന് എടുക്കും, പിന്നെ ഒന്ന് പബ്ലിക് എക്സാമിന് എടുക്കും, പിന്നെ സേ എക്സാം, പിന്നെ നമ്മുടെ എക്സാം എന്തെങ്കിലും കാരണത്തിൽ മാറ്റി വെക്കുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറും കൂടി ഉണ്ടാവും. അങ്ങനെ 4 പേപ്പർ എടുക്കുന്നതാണ്. ജസ്റ്റ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇവർ ചൂസ് ചെയ്യുന്നത് മാത്രം, അത് ടഫ് ക്വസ്റ്റ്യനോ ഈസി ക്വസ്റ്റ്യനോ ഒന്നും അല്ല ചൂസ് ചെയ്യുക. ജസ്റ്റ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മോഡൽ ഉണ്ടാവുക. അപ്പം നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തൊക്കെ ആയിട്ടുള്ള കുറേ മോഡൽസ് വർക്കൗട്ട് ചെയ്യുക, അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തുക. എങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കും, പിന്നെ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് തറോ ആവും. ഓക്കെ, ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ആവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രം മതി, അല്ലാതെ തിയറീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോർമുല ഷീറ്റ് ഫോർ ഓൾ ചാപ്റ്റേഴ്സ്. അതായത് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ജൂൾസിലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലാസ് ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഭാഗം മാത്രമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സത്തെയും ഇക്വേഷൻസ് മാത്രം നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും വിടാതെ അതായത് എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ആൻസർ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്സിൽ A+ ഉറപ്പിക്കാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിലെയും കംപ്ലീറ്റ് ഫോർമുലയാണ് ഈ ഒരു PDF ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് ഫോർമുല എന്നൊരു നെയിമിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താകും, നിങ്ങളൊരു A+ ലെവൽ സ്റ്റുഡൻ്റ് ആയിട്ട് മാറും. നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾക്ക് എന്തായാലും A+ ലഭിക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ തിയറി ഇതുപോലെ പഠിക്കുക, സമരസിക്കുക, അതായത് SSKയിലുള്ള PDF തിയറി പഠിക്കുക. പിന്നെ അതിൻ്റെ പ്രോബ്ലം സെക്ഷനിൽ പോയിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നോക്കുക. അത് ഡയറക്റ്റ് നിങ്ങൾ ആൻസേഴ്സ് നോക്കരുത്, അല്ലാതെ നിങ്ങൾ ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതായത് 2021 തന്നെ കുറേ മോഡൽ പാറ്റേൺസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതിലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളത് SSKയുടെ PDF നോക്കിയാൽ മതിയാവും. നിങ്ങൾക്ക് അതിന് ആൻസർ, അതായത് അങ്ങനത്തെ ബുദ്ധിമുട്ട് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം അതിൽ തന്നെ ഉണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന ടൈപ്പ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പുറത്തുനിന്നുള്ള പാറ്റേൺസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വേണം. എനിക്കൊരു A+ കിട്ടും, എനിക്ക് ഫിസിക്സിൽ A+ എന്തായാലും ഞാൻ മിസ്സ് ചെയ്യില്ല എന്നൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിൽ വേണം. എങ്കിൽ അതാണ് നിങ്ങൾക്ക് മെയിനായിട്ടൊരു, അതായത് നിങ്ങൾ മെയിൻ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതൊരു വിശ്വാസം വേണം, നിങ്ങൾക്ക് തന്നെ A+ ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. എനിക്ക് ഇനിയുണ്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഇനി 10 ദിവസം കൂടി ഉണ്ട് നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഇനിയുണ്ടോ, നിങ്ങളത് എന്ത് ചെയ്യുക, അത് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, ഞാൻ ഇനി നാളെ പഠിക്കാം അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ വീഡിയോ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള PDF-ഉം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിസിക്സിലെ എല്ലാ റിസോഴ്സുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ A+ വാങ്ങിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. 2-3 മാർക്ക് നമുക്ക് A+ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ, സൈനിങ് ഓഫ്.